അപ്പോൾ എന്നെ കണ്ട് ആരും പേടിക്കണ്ട. നമ്മുടെ വൈറലായിട്ടുള്ള എഗ് ആൻഡ് കോഫി പീൽ ഓഫ് മാസ്ക് ഇല്ലേ, അത് ട്രൈ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. വൈറലായിട്ട് മാസങ്ങളായി, പക്ഷേ പലരും ട്രൈ ചെയ്ത് നോക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. ജസ്റ്റ് എഗ് വൈറ്റ് വേണം, പിന്നെ നമുക്കൊരു 1 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക, പിന്നെ നമുക്ക് വേണ്ടത് ടെർമറിക്കാണ്. ഇതിൻ്റെ ആ ഒരു അവിഞ്ഞ സ്മെല്ലൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താനാണ് നമ്മൾ ടെർമറിക് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാറ്റം സഹിക്കാൻ പറ്റാതെ നാറ്റം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അധികം ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ എടുക്കാൻ നോക്കണ്ട, പീൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് വിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക, തേക്കുക ഒട്ടിക്കുക. നല്ല രസമായി പരിപാടി. എന്നിട്ട് ഇത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഫേസ് മുഴുവൻ കവർ ചെയ്തതിന് ശേഷം കവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം. ഞാനൊരു 20 to 25 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഡ്രൈ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഇവിടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പീൽ ചെയ്ത് നോക്കാം. ഒട്ടിച്ച് കളിക്കുമ്പോൾ അത്ര രസമില്ല കേട്ടോ. പീൽ ചെയ്യുമ്പം ചെറിയ ഫേഷ്യൽ ഹെയർ സ്റ്റൈലും ഇതിൻ്റെ കൂടെ പോരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വേദനയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതെന്താ നോക്കുന്നറിയാം, വല്ല വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ വന്നിട്ടുണ്ടോ എന്നാണ്. പക്ഷേ അത്ര വലിയ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എൻ്റെ ഫേസിലില്ല. നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതെന്തായാലും റിമൂവ് ചെയ്യുന്നതിന് ഇത് റിമൂവ് ചെയ്ത് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് എൻ്റെ ഫേസിൽ കാണാൻ പറ്റും. പക്ഷേ ഉടായിപ്പാണ് കേട്ടോ, വേദന പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമാണ്. അപ്പോൾ ബൈ ഗൈസ്.